ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. പുതിയൊരു വർഷം ആരംഭിക്കാൻ പോണെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് വീക്കിലി അനാലിസിസാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 2 വർഷമാകും നമ്മൾ ഈ വീക്കിലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആകെ ഒരെണ്ണം പോലും നമ്മൾ മിസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇന്നാണ് മൺഡേയിൽ വരുന്നത്. നേരത്തെ ഇതിന് മുമ്പ് ഒരെണ്ണം മൺഡേയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണെന്നറിയാം. ഒരുപാട് പേര് മെസ്സേജൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കുള്ള സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതോടെ അവർക്ക് അവരുടെയൊക്കെ ഡ്രീമിലേക്ക് അവർക്കൊക്കെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കി കൊടുത്തതിനേക്കാളും എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുടെ ഡ്രീമിലേക്ക് എത്തിക്കാനായിട്ട് ഞാനും കൂടി ഒരു പാർട്ട് ടൈം മാറി ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിച്ചതോടെ. അപ്പോൾ ഈ വർഷം നല്ല രീതിയിൽ ഡെവലപ്പായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് വരുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാസങ്ങളായിട്ട് റെഗുലർ പ്രോഫിറ്റിൽ പോയി എന്ന് പറയാം. അങ്ങനെ ഒരുപാട് ഇൻവിറ്റേഷനൊക്കെ കിട്ടിയായിരുന്നു 31st ആയിട്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സന്തോഷം, വളരെയധികം സന്തോഷം. നിങ്ങളുടെയൊക്കെ ഈ ഒരു അച്ചീവ്മെൻറ്റ് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഈ വർഷം ഒരു മാസം പോലും വിടാതെ എല്ലാ മാസവും പ്രോഫിറ്റിലെത്താനായിട്ട് എനിക്കും സാധിച്ചിട്ടുണ്ട്. ഡിസംബറിൽ വളരെ കുറച്ച് ട്രേഡ് ചെയ്തുള്ളൂ. പക്ഷേ എൻ്റെ രണ്ട് അക്കൗണ്ടിൽ നിന്ന് ഏകദേശം ഒരു $1500 പ്രോഫിറ്റ് എനിക്കും അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ലാസ്റ്റ് വർഷം അവസാനം പോലും പല ആൾക്കാരും ഈ മാസം ട്രേഡിംഗ് ഇല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റിലെത്തി നല്ലൊരു വരുമാനത്തിലേക്ക് എത്തി കാണിച്ചു കൊടുത്തു. പക്ഷേ ഇത്രയുമേ ഉള്ളൂ. നല്ല രീതിയിൽ പഠിക്കുക, ഏതൊരു സാഹചര്യത്തിലും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലൂടെ മൂവ് ചെയ്യുക, അത്രമേ ഉള്ളൂ. നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണോ നമ്മൾ ട്രേഡ് ചെയ്ത് പോകുന്നത്, നമുക്ക് ഉറപ്പായിട്ടും പ്രോഫിറ്റിലെത്താൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഇയറൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ഇയറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആയിരിക്കും 2025. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് വരാം. ഡിസംബർ മാസം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ പറഞ്ഞ് ചെറിയ മൂവ്മെൻറ്റ്സ് ആയിരിക്കും പ്രോഫിറ്റ് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒക്ടോബർ മുതൽ നമ്മൾ പറയുന്നുണ്ടല്ലേ, നവംബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡിസംബറിലെത്തി ഫസ്റ്റ് വീക്ക് തന്നെ വളരെ ചെറിയൊരു മൂവ്മെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. പല ആൾക്കാരും വിളിച്ച് കഴിഞ്ഞപ്പം ചെറിയ മൂവ്മെൻ്റ് ആകുമ്പോൾ ചെറിയ രീതിയിൽ പ്രോഫിറ്റ്, നമ്മളത് പറഞ്ഞ് മൈൻഡ് സെറ്റിലാക്കിയത് കൊണ്ടാണ് പല ആളുകൾക്കും ആ ഒരു ചെറിയ മൂവ്മെൻറ്റ്സിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഈ മാസത്തെ ക്യാൻഡിൽ നോക്കാം. ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് അല്ലേ. അപ്പോൾ ഡിസംബർ മാസത്തെ ഒരു ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ്. മൂവ്മെൻറ്റ്സ് കുറവാകുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഹൈ പോലും എടുക്കാൻ പറ്റാത്ത ഒരു ഹൈയോ ലോയും പോലും എടുത്തില്ല ഇൻസൈഡ് ക്യാൻഡിൽ. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മാസത്തെ ക്യാൻഡിൽ ഹൈ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ലോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനത്തെ 2 ആഴ്ചയായിട്ട് അതായത് കഴിഞ്ഞ ആഴ്ച വളരെ ചെറിയൊരു മൂവ്മെൻറ്റ്സ് ആയിരുന്നു. എന്നാലും നമുക്ക് ചെറിയ മൂവ്മെൻറ്റ്സിൽ നിന്നൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഞാനും എന്തോ ഒരു ചെറിയൊരു ട്രേഡ്സൊക്കെ എടുത്ത് ഏകദേശം ഒരു $300 അതേപോലെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു $500 പ്രോഫിറ്റ് എടുത്തൊരു ഇതാണ്. എനിക്ക് കഴിഞ്ഞ ആഴ്ച ബെസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ആകെ ഒരു ട്രേഡോ ചെയ്തു, പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രൈസ് ഒന്ന് ബിയറിഷിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഒരു ഇൻസൈഡ് ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡേയുടെ സ്ട്രക്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡേയുടെ സ്ട്രക്ചറിൽ ഡേയുടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്. ഈ ഓർഡർ ഫ്ലോ റിയാക്ട് ചെയ്യാം. ഇനി വരാൻ പോകുന്ന കാര്യം കേട്ടോ, പ്രൈസ് ഇനി താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ മദർ ക്യാൻഡിലിൻ്റെ ലോ എടുക്കുമ്പോൾ റിയാക്ഷൻ ഉറപ്പാണ്. ആ ട്രേഡ് നിങ്ങൾ എടുക്കുക. ചിലപ്പോൾ ആ റിയാക്ട് ചെയ്ത് പോകുക, എത്രത്തോളം പോകാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ ഇത് കയറിപ്പോകാൻ, ചിലപ്പോൾ ഈ പുതിയൊരു ഹൈ ഉണ്ടാക്കാം, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു മാസത്തെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്നും നമ്മളിപ്പോൾ ഡിസംബർ കഴിയുന്നതോടെ നെക്സ്റ്റ് ജാനുവരിയിലേക്ക് വരുമ്പോൾ തന്നെ പ്രൈസ് ചാടി വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാക്കില്ല. ജാനുവരി പകുതിയോ അല്ലെങ്കിൽ ജാനുവരി ഫുള്ളോ ഇതേപോലെ ഒരു മൂവ്മെൻറ്റ്സ് കാണാം. ചിലപ്പോൾ ഫെബ്രുവരി മുതൽ, കഴിഞ്ഞ വർഷം എനിക്കൊന്ന് മാർച്ച് മുതലൊക്കെയാണ് നല്ലൊരു മൂവ്മെൻറ്റ്സിലേക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറയണത് ഈ റിയാക്ഷൻ എടുക്കുക, മൾട്ടിപ്പിൾ ടാർഗറ്റ് ഇടുക. പ്രൈസ് വീണ്ടും വരികയാണെങ്കിൽ നമ്മുടെ ഓർഡർ ഫ്ലോ അതേപോലെ തന്നെ ഓർഡർ ബ്ലോക്ക് ഇത് രണ്ടും റിയാക്ട് ചെയ്യുക. ആദ്യം ഈ ഓർഡർ ഫ്ലോയാണ് റിയാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ട്രേഡ് എടുക്കുക. വീണ്ടും ഓർഡർ ബ്ലോക്കിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ ഓർഡർ ബ്ലോക്ക്. അപ്പോൾ ഓർഡർ ഫ്ലോയുടെ റിയാക്ഷൻ പ്രീവിയസ് ഹൈ തന്നെ മെയിൻ ടാർഗറ്റായിട്ട് സെറ്റ് ചെയ്യുക. ഓർഡർ ബ്ലോക്കിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ട്രേഡ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്കൊരു ലോങ് ടൈം ട്രേഡ് നോക്കാവുന്നതുമാണ്.
അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ മൂവ്മെൻറ്റിൽ പുതിയ സ്ട്രക്ചറൊന്നും നമുക്ക് തന്നിട്ടില്ല. ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, ഇനി അതിനകത്തൊന്നും പറയാനില്ല, പറഞ്ഞതുപോലെ തന്നെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിൽ സ്ട്രക്ചറിൽ നമുക്ക് വലിയ മൂവ്മെൻറ്റ്സ് ഇല്ല. 1 ഹവറിൻ്റെ ഒരു ഐഡിയം പോലും എടുത്തില്ല. അതേപോലെ തന്നെ 15 മിനിറ്റിൻ്റെ ഐഡിയ എടുത്തില്ല. ഞാൻ പറഞ്ഞതാണ് പ്രീവിയസ് ഹൈ. നമ്മുടെ ഈ ഒരു മൂവ്മെൻറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ചയും. കണ്ടോ, ഇപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് നമ്മുടെ ഓർഡർ ഫ്ലോയുടെ ട്രേഡുകൾ ഞാൻ പറഞ്ഞത് ഈ റിയാക്ഷൻ ഇതെല്ലാം നമ്മൾ നെക്സ്റ്റ് ഈ റിയാക്ഷൻ നമ്മൾ അതിനുശേഷം മൺഡേ തന്നെ പ്രൈസ് വന്ന് അതിലേക്ക് കയറി. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ് കഴിഞ്ഞ ഫ്രൈഡേ പറഞ്ഞു മൺഡേ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ റിയാക്ഷൻ ട്രേഡ് കിട്ടി. ഞാൻ പറഞ്ഞതാണ് ഇതിൽ മിറ്റിഗേഷൻ നടന്നിട്ടില്ല, ഇത് മിറ്റിഗേറ്റ് ചെയ്താൽ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുന്നത്. കണ്ടോ, ആ റിയാക്ഷനാണ് ആ നല്ലൊരു ട്രേഡ്. മൺഡേ ഓപ്പൺ ചെയ്ത് തന്നെ നമ്മൾ സൺഡേ നമുക്ക് ഈ ട്രേഡ് നമ്മൾ പറഞ്ഞു, മൺഡേ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ആ ട്രേഡ് കിട്ടി. വീണ്ടും പ്രൈസ് വീണ്ടും ഹൈയിലേക്ക് വന്നിട്ട് ഓക്കെ, വീണ്ടും പ്രൈസ് ഈ ലോ എടുത്തു പ്രൈസ് കണ്ടേ. ഇവിടുത്തെ ഈ ഒരു ഓർഡർ ഫ്ലോയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓർഡർ ഫ്ലോ സെക്ഷനിലേക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. റിയാക്ട് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന പൊസിഷനിലേക്ക് വരണമെന്നില്ല. ഇവിടെ കണ്ടോ, വീണ്ടും പ്രൈസ് ഈ ഹൈ എടുത്തു. ഇവിടെ ഇന്ത്യണൽ നോക്കണമെങ്കിൽ ഇൻസൈഡ് ആണെന്ന് തോന്നുന്നത്. നമ്മളൊരു 50 മിനിറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യണൽ ഉണ്ടാവും. ആ ലോ എടുത്തു, വീണ്ടും ഇന്ത്യണൽ ആ ലോ എടുത്തു, ഈ ഹൈ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പ്രൈസ് നല്ല രീതിയിൽ റിയാക്ഷനിൽ പോയി. ഞാൻ വിചാരിച്ചത് ഈ ഒരു ഐഡിയ എടുക്കാനുള്ള സാധ്യത ഉണ്ടാവുമെന്നാണ് വിചാരിച്ചു, പക്ഷേ എടുത്തില്ല. കണ്ടോ, അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു പൊസിഷനിലേക്ക് വരികയില്ല. ചിലപ്പോൾ പ്രീവിയസ് ഡേയുടെ ഹൈയോ അല്ലെങ്കിൽ സെക്ഷൻ്റെ ഹൈ ഒക്കെ എടുത്തിട്ട് പ്രൈസ് റിയാക്ട് ചെയ്യുക. പല ആൾക്കാർ ഈ ട്രേഡ് എടുത്തിട്ട് എനിക്ക് അഴിച്ചു തന്നതാണ് ഗുഡ്. ഇപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ട്രാപ്പ് തന്നിട്ടാണ് 50 മിനിറ്റ് നമുക്ക് പോയത്. നമുക്ക് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഇത് നല്ല ട്രേഡായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോയൊക്കെ തന്നെ ട്രേഡ് എടുത്ത് മാറി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല മൂവ്മെൻറ്റ്സ്. ഞാൻ ഏകദേശം ആ ലോ പ്രീവിയസ് ഡേയുടെ ലോയൊക്കെ തന്നെ വെച്ചതാണ്. ഏകദേശം ഒരു അക്കൗണ്ടിൽ ഇതും വെച്ചു, ഒരു അക്കൗണ്ടിൽ ഏകദേശം ഇതും വെച്ചു, രണ്ടും ടാർഗറ്റ് അടിച്ചു. പക്ഷേ ഇത് ഭാഗ്യമെന്ന് തന്നെ പറയാം കേട്ടോ. നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ആ മൂവ്മെൻറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടം വരെ എത്താനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് പ്രൈസ് തിരിച്ച് കയറി പോകും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതേപോലെ തന്നെ പ്രൈസ് അവിടെ നിന്ന് കയറിപ്പോയി ഈ ഹൈ എടുത്തിറങ്ങി. ഇന്നിപ്പോൾ രാവിലെ പ്രൈസ് മൺഡേ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് ഈ ലോ ഉണ്ടാക്കിയത്, അതായത് സാറ്റർഡേ ഈ ഒരു ഫ്രൈഡേ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ചെയ്തു. പല ആൾക്കാരും ഫസ്റ്റ് ഈ ഒരു ക്യാൻഡിൽസിൽ നിന്നൊക്കെ പല ആൾക്കാർ സെല്ല് നോക്കിയായിരുന്നു. അതിനുശേഷം ഈ ഒരു ക്യാൻഡിലിൽ നിന്നാണ് പ്രൈസ് ഇറങ്ങിപ്പോയത്. അപ്പോൾ ഫസ്റ്റത്തെ ഇത് മിക്കവാറും SL അടിച്ചില്ല. അതിന് ശേഷം ഇത് ഇച്ചിരിയും കൂടി കയറി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവിടെ വീണ്ടും ഒരു കൺഫർമേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് ഹോൾഡ് ചെയ്തു. പക്ഷേ പ്രൈസ് ആ ഹൈയും കൂടി എടുത്തിട്ടാണ് പോയത്. പക്ഷേ ഞാൻ വിചാരിച്ച പ്രൈസ് ഇവിടെ ഒന്ന് കയറി ഈ ഐഡിയം എടുക്കാൻ 50 മിനിറ്റിലാണെങ്കിലും ഐഡിയം എടുക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ നമ്മൾ സെക്ഷൻ്റെ ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതേ മൂവ്മെൻറ്റ്സ് തന്നെ ഉണ്ടെന്ന് നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ പ്രീവിയസ് ഡേയുടെ ലോ എടുത്തിട്ടുണ്ട്, നല്ലൊരു മൂവ്മെൻറ്റാണ്. രാവിലെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ട്രേഡിങ്ങിൽ. അപ്പോൾ ആ ഗ്യാപ്പൊക്കെ പ്രൈസ് ഇപ്പോൾ ഫില്ല് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഏഷ്യൻ കഴിഞ്ഞ് ലണ്ടൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ലണ്ടൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒരു IFC ക്യാൻഡിലാണ് 50 മിനിറ്റിൽ വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതിൽ നിന്ന് പോകാം. ഫസ്റ്റ് നെക്സ്റ്റ് ഒരു ട്രാപ്പും കൂടി കിട്ടിയിട്ട് അടുത്തൊരു കൺഫർമേഷൻ കിട്ടിയ ധൈര്യമായിട്ട് അവിടെ നിന്ന് ബൈ എടുക്കാവുന്നതാണ്. പ്രൈസ് നമ്മുടെ ഈ 50 മിനിറ്റിൻ്റെ ഐഡിയം എടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ 1 ഹവറിൻ്റെ ഐഡിയം എടുക്കേണ്ടതാണ്. അങ്ങോട്ടൊരു മൂവ്മെൻറ്റ്സ് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയുമുള്ള നമുക്ക് പറയാനുള്ളത്. പ്രീവിയസ് ഡേ, പ്രീവിയസ് വീക്ക്, മന്ത്, അതേപോലെ അതൊക്കെ എടുക്കാനുള്ള സാധ്യതയൊക്കെ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. സെക്ഷൻ, അതേപോലെ തന്നെ 50 മിനിറ്റിൽ ഇന്റേണൽ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ട്രേഡ്സുകൾ വരുന്നത്. അപ്പോൾ ട്രാപ്പുകൾ ഉണ്ടാകുക. ഒരു ട്രാപ്പ് തന്നതിന് ശേഷമായിരിക്കും അടുത്തത് പോകുന്നത്. ചിലയിടത്ത് ട്രാപ്പും കാണില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ സൂക്ഷിച്ച് റിസ്ക് എടുക്കുക. ടാർഗറ്റ് വെക്കുമ്പോൾ പക്കയായിട്ട് ടാർഗറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ടാർഗറ്റും അടിച്ച് നല്ല പ്രോഫിറ്റിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ്സിൽ കയറും, പ്രോഫിറ്റൊക്കെ കാണാൻ പറ്റും, പക്ഷേ നമ്മുടെ PNലേക്ക് എത്തില്ല. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റിലേക്ക് അത് കണ്ടില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, പല ട്രേഡുകളും ലാഭത്തിൽ കണ്ടു, പക്ഷേ അത് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മാത്രം പ്രോബ്ലമാണ്. മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്നത് പോലെ തരില്ല. മാർക്കറ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്ത് മാറുക. ഇപ്പോൾ നമുക്ക് മന്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഈ മന്തിൻ്റെ ലോ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച എടുത്തതാണ്. നമ്മളിത് പറഞ്ഞതാണ്. ആ റിയാക്ഷനിൽ തന്നെ പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ വീക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ ഒരു പൊസിഷനൊക്കെ പറഞ്ഞതാണ്. ആ പൊസിഷൻ എടുത്തിട്ട് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തു. ആദ്യം ഇതിൽ വന്നിട്ട് ഒന്ന് പ്രൈസ് എടുത്തു, പിന്നെ അതിൻ്റെ ലോ എടുത്തിട്ട് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തു. വീക്കിൻ്റെ രീതിയിൽ പലവട്ടം റിയാക്ഷൻ. പല ആൾക്കാരും ഇത് ലോങ് ടൈം ട്രേഡ് വെച്ചു, അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ലോസ് തന്നെ ഉണ്ടായത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, 2 വീക്കായിട്ട് ഒരു ഇൻസൈഡ് ക്യാൻഡിലാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും പ്രൈസ്
ഡെയിലി ഇങ്ങനെ എക്സ്ട്രീമിലേക്ക് വരാനുള്ള ഒരു സാധ്യത തന്നെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇത് പതിയെ പതിയെ ആയിരിക്കും. ചിലപ്പോൾ ജാനുവരിയും ഫെബ്രുവരിയും ചിലപ്പോൾ ഒരു ബിയറിഷ് ട്രെൻഡിലേക്ക് തന്നെ പോകാം. പക്ഷേ പ്രൈസ് ഓരോ ലോയും ഹൈ ഒക്കെ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ റിയാക്ഷൻസ് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് 4 ഹവറിലാണെങ്കിൽ ഒന്നും വരക്കാനൊന്നും ആയിട്ടില്ല. 4 ഹവറിൽ പുതിയ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ലോയിലേക്കാണ് വരുന്നതാണെങ്കിൽ 4 ഹവറിൽ പുതിയ ബ്രേക്ക് സ്ട്രക്ചർ വരും. എന്നിട്ട് അവിടെ നിന്നായിരിക്കും ഒരു പുൾ ബാക്ക് വരാൻ പോകുന്നത്. ഇപ്പം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീവിയസ് ലോയും പ്രീവിയസ് ഹൈ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ റിയാക്ഷൻ തന്നെ. പക്ഷേ വലിയ വലിയ റിയാക്ഷനിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രേഡ് മൂവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണുന്നത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ ട്രേഡ് ബുക്ക് ചെയ്യാനുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ടിലൊക്കെ കുറച്ച് ആളായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലോങ് ടൈം ട്രേഡ് എടുക്കാനാണ് ഞാൻ ഇതിൽ നോക്കുന്നത്. സിങ് ട്രേഡ് ആയതുകൊണ്ട് തന്നെ കിട്ടാറില്ല എന്ന്. പക്ഷേ പലപ്പോഴും കിട്ടുന്നതാണെങ്കിലും മിസ്സാകാറുണ്ട്. ഇപ്പോൾ ഗോൾഡിൽ ആവശ്യത്തിൽ കൂടുതൽ ട്രേഡ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മറ്റുള്ള പേഴ്സിലേക്കൊക്കെ നോക്കാത്ത. ഇപ്പോൾ 50 മിനിറ്റിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് കണ്ടോ, 50 മിനിറ്റിൻ്റെ ഇവിടെ നിന്ന് ഇപ്പോൾ എന്നും വന്നതാണെന്നൊക്കെ ഡിസംബർ 20 മുതൽ ഇപ്പോൾ ഈ ഒരു മേജറിലും ഉണ്ടാക്കിയത് ഡിസംബർ 20 അതിന് ശേഷം നോക്കിയേ ഇപ്പോൾ 30 ഏകദേശം 10 ദിവസമായിട്ട് ആ ഒരു ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സിൽ തന്നെയാണ്. എന്തായാലും ഈ ലോ എടുക്കാനുള്ള സാധ്യത തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്കൊക്കെ ഒന്നും വരാനുള്ള സാധ്യത തന്നെയില്ല. അവിടെ നിന്ന് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ് കേട്ടോ. ഓൾറെഡി പ്രൈസ് ഈസ് ബിയറിഷ് ആണ്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് നോക്കാം. ഓസ്ട്രേലിയൻ ഡോളറിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം കറൻസികളിലൊക്കെ ഇതേ മൂവ്മെൻറ്റ്സ് തന്നെ നമുക്ക് കാണാൻ പറ്റും. വേറെ ഇതൊന്നുമില്ല. ഇപ്പോൾ ബിയറിഷ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും ബിയറിഷ് ട്രെൻഡ് തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഈ മാസം നല്ല രീതിയിൽ ബിയറിഷ് ആയില്ലേ. മറ്റുള്ള കറൻസിനേക്കാളും കൂടുതൽ ഓസ്ട്രേലിയൻ ഡോളർ മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ഇൻസൈഡ് ക്യാൻഡിൽ തന്നെയാണ്, അതേ സെറ്റപ്പ് തന്നെയാണ്. എന്നാൽ കുറച്ച് ആഴ്ചകളായിട്ട് നല്ല ബിയറിഷാണ്. നല്ലൊരു ഫുൾ ബാക്ക് പോലും കാണുന്നില്ല അല്ലേ, ആകെ ഒരു ചെറിയൊരു ഫുൾ ബാക്ക്. അപ്പോൾ നല്ല രീതിയിൽ സെല്ലൊക്കെ നോക്കിയ ആൾക്കാർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകണം. ഇപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഡേയിലാണെന്നുണ്ടെങ്കിലും പ്രൈസ് പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കുകയാണ്. അതുണ്ടാക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബൈ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക, തൊട്ടടുത്താണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വളരെ ശ്രദ്ധിക്കുക തന്നെ. 4 ഹവറിലാണെന്നുണ്ടെങ്കിൽ ഐഡിയം ഒന്നും എടുത്തിട്ടില്ല, പുതിയ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് വീണ്ടും ചിലപ്പോൾ ഐഡിയം എടുക്കുക. അപ്പോൾ ബൈ എടുക്കണമെങ്കിൽ ആ ഐഡിയം വരെയൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ബൈയിലേക്ക് ശ്രദ്ധിക്കുക, നല്ല ബിയറിഷ് ട്രെൻഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ഹവറിലാണെന്നുണ്ടെങ്കിലും അതേ സ്ട്രക്ചർ തന്നെയാണ്, 4 ഹവറിൻ്റെ അതേ സ്ട്രക്ചർ തന്നെയാണ്. അപ്പോൾ സെല്ലാണ്. എന്നാലും നോക്കിയ ഒരു 19 മുതൽ 30 വരെ ഏകദേശം ഒരു 10-11 ദിവസമായിട്ട് പ്രൈസ് ഒരു സൈഡ് വേ ട്രെൻഡാണ്. ബിയറിഷ് ആണെങ്കിലും ഇപ്പോൾ ബിയറിഷിൽ നിന്ന് സൈഡ് വേ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ ലോ ബ്രേക്ക് ചെയ്ത് പ്രൈസ് പുതിയ, പക്ഷേ പലപ്പോഴും നമ്മളെ ഞെട്ടിക്കും ഈ ഒരു ലോയുടെ തൊട്ടടുത്ത് വന്ന് പ്രൈസ് പോകുന്നത്. അത് ഈ ഒരു ഡിസംബർ മാസത്തിൻ്റെ ആയതുകൊണ്ടും മാത്രമാണ് നല്ല സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുക. അപ്പോൾ നമ്മൾ നല്ല സപ്പോർട്ടിംഗ് ആണ്, കയറി പോകുമെന്ന് വിചാരിക്കുമ്പോൾ വീണ്ടും ഇറങ്ങി വരാം. അപ്പോൾ വലിയ സിങ് ട്രേഡ് നോക്കുന്നതിന് വരാം ചെറിയ നോക്കുക. സ്കാൽപ്പേഴ്സിന് ഏറ്റവും ബെസ്റ്റ് ടൈമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഉണ്ടാകാതെ വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ഫസ്റ്റ് തന്നെ പ്രോഫിറ്റ് അടിച്ച് കിട്ടുന്ന ഒരു ട്രേഡ് മൂവ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് നോക്കുമ്പോഴാണെങ്കിലും ബിയറിഷ് ക്യാൻഡിലാണ്, പക്ഷേ ഇൻസൈഡ് ക്യാൻഡിലാണ് മന്തിൻ്റെ. നമുക്ക് വീക്കാണെന്നുണ്ടെങ്കിലും ഒരു 2 ഇൻസൈഡ് ക്യാൻഡിൽസാണ് നടക്കുന്നത്. സൈഡ് വേ ട്രെൻഡ് തന്നെയാണ്. ഓൾറെഡി സൈഡ് വേ ട്രെൻഡ് ആണെങ്കിലും ബിയറിഷിൽ നിന്നുള്ള സൈഡ് വേ ട്രെൻഡാണ് ഈ ക്യാൻഡിൽസ് എല്ലാം പോകുന്നത്. പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോവുകയാണ്, അതേ സെറ്റപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ 4 ഹവറിലാണെന്നുണ്ടെങ്കിലും നമുക്ക് അതേ സെയിം സെറ്റപ്പ് തന്നെ കാണാൻ പറ്റും കേട്ടോ. പ്രൈസ് എടുത്തിട്ടില്ല കണ്ടോ, ഏകദേശം 22 വന്നതായി. ഇപ്പോഴും 8 ദിവസമായിട്ട് ആ ഒരു ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്യാതെ പ്രൈസ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ട്രെൻഡ് ബിയറിഷ് ആണെങ്കിലും അവിടെ നിന്ന് സൈഡ് വേ ട്രെൻഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെറിയ ടാർഗറ്റുകൾ വെക്കുക. നമ്മൾ ഡിസംബറിൽ പറഞ്ഞ അതേ മൂവ്മെൻറ്റ്സ് തന്നെ, അതേ ടാർഗറ്റുകൾ തന്നെ, അതേപോലത്തെ ട്രേഡുകൾ തന്നെ എക്സ്പെക്റ്റ് ചെയ്യുക. ആ ഒരു ട്രേഡ് എടുക്കുക, പ്രോഫിറ്റിലെത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ആഴ്ചയും, അതായത് ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി 2024 പകുതി 2025 നിൽക്കുന്നത്. അപ്പോൾ പുതിയ ആഴ്ച തുടങ്ങുകയാണ്, പുതിയൊരു മാസം തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു മാസത്തിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ. പുതിയൊരു ഇയർ തുടങ്ങാൻ പോവുകയാണ്. ആ ഒരു ഇയറിലും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.